സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്ന് പഠിക്കാൻ ഒരു നല്ല വീഡിയോ തപ്പി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്ന കറക്റ്റ് സ്ഥലത്താണ്. കാരണം ഈ വീഡിയോയിൽ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്നും എങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് ആക്ച്വലി പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്യാമെന്ന് കുറേ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗിൽ ആക്ച്വലി നിങ്ങൾ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം. ആദ്യം നമുക്ക് എന്താണ് സ്വിംഗ് ട്രേഡിംഗ് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരു സ്റ്റോക്ക് പ്രൈസിൻ്റെ ചാർട്ട് കിട്ടി വിചാരിക്കുക. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇനി അങ്ങോട്ട് ഈ സ്റ്റോക്ക് മുകളിലേക്കായിരിക്കും പോവുക എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റോക്ക് ഇവിടെ വാങ്ങുന്നു. ആൻഡ് മേ ബി 1-2 ആഴ്ച ഞാൻ ഹോൾഡ് ചെയ്തിട്ട് ഞാൻ വിൽക്കുന്നു. ഒരു ടാർഗറ്റ് പ്രൈസ് എത്തുമ്പോൾ ഞാൻ വിൽക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പരിപാടിയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് വിളിക്കുക. ഇനി ഇവിടെയുള്ള ചോദ്യം, ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് കാണുമ്പോൾ നമുക്ക് എങ്ങനെ തോന്നുക ഇത് മുകളിലേക്കാണോ താഴേക്കാണോ പോകാന്നുള്ള കാര്യം ആക്ച്വലി നമുക്ക് തോന്നുകയല്ല ചെയ്യുക. നമ്മൾ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും സ്ട്രാറ്റജീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ സ്വിംഗ് ട്രേഡിംഗ് ആർക്ക് വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് കാര്യം, നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം കുറവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഒരു ഡേ ടു ഡേ ബേസിസിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആയിരിക്കണം. എന്നാൽ സ്വിംഗ് ട്രേഡിംഗിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗിൽ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ വരെ അത് ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം കുറവാണ്. ഡേ ടു ഡേ ബേസിൽ മിനിറ്റ് ബൈ മിനിറ്റിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് പ്രൈസും ചാർട്ടും നോക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് നോക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് മോഡറേറ്റ് റിസ്ക് ടോളറൻസ് ഉണ്ടാവണം. അതായത് നിങ്ങൾക്ക് തീരെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ചെയ്യരുത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊരു നിങ്ങളൊരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്താലും അത് വോളറ്റിലിറ്റി കാണിക്കും. ചിലപ്പോൾ മുകളിലേക്ക് പോകാം, ചിലപ്പോൾ താഴേക്ക് പോകാം. എപ്പോഴും പ്രോബബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. മുകളിലേക്ക് പോകാൻ എത്ര ചാൻസ് ഉണ്ട്, താഴേക്ക് പോകാൻ എത്ര ചാൻസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു ലോസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഭയങ്കര ലോ റിസ്ക് ടോളറൻസ് ആണെങ്കിൽ ഈ പരിപാടി നിങ്ങൾക്ക് പറ്റില്ല. അതേസമയം ഭയങ്കര ഹൈ റിസ്ക് ടോളറൻസും വേണ്ട. അതായത് സ്വിംഗ് ട്രേഡിംഗിൽ ഭയങ്കര ഹൈ റിസ്ക് എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല. കാരണം നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സ്റ്റോക്ക് 100 രൂപയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ മേ ബി അത് 120 രൂപ എത്താൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ എക്സ്പെക്ടേഷൻ അങ്ങനെ വിചാരിച്ചിട്ട് അത് 120 എത്തണം ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ ഈ 100-ന്ന് 50 പോകാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ 50 രൂപ ലോസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും ലോസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സ്റ്റോപ്പ് ലോസ് തീരുമാനിക്കും. മേ ബി 90 റുപ്പീസോ അല്ലെ 85 റുപ്പീസോ തീരുമാനിക്കും. അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വിൽക്കും. അപ്പം നമ്മുടെ ലോസ് ഉണ്ടാവുമോ? ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷേ ആ ലോസ് സ്റ്റോപ്പ് ചെയ്യപ്പെടാനുള്ള സംവിധാനം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു മോഡറേറ്റ് റിസ്ക് ടോളറൻസ് ഉണ്ടാവണം. ആൻഡ് മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതായത് ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പകുതി മാത്തമാറ്റിക്സും നമ്പേഴ്സും സ്ട്രാറ്റജീസും കാര്യങ്ങളാണ്. ബാക്കി പകുതി, അതായത് നിങ്ങൾ ആക്ച്വലി സ്റ്റോക്ക് വാങ്ങുന്ന സമയത്തും അത് ഹോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇമോഷണൽ ഡിസിപ്ലിനും കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളൊരു സ്ട്രാറ്റജി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈവൻ ഷോർട്ട് ടേമിൽ ലോസ് ഉണ്ടാക്കിയാൽ പോലും അത് ഫോളോ ചെയ്യാനുള്ള ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മേ ബി ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഉള്ളതായിരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ പ്രാക്ടിക്കലി ഈ പരിപാടി എങ്ങനെ ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അത് പ്രാക്ടിക്കലി ഞാൻ കാണിക്കുന്നതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ തിയറിയും കാര്യങ്ങളും സംസാരിച്ചു പോകാം. ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഞങ്ങളുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസും അതിൽ നമ്മൾ എന്തൊക്കെയാണ് ആക്ഷൻസ് ഓരോ മാസം എടുക്കുന്ന കാര്യവും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കറന്റ് സിറ്റുവേഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമ്മുടെ മെമ്പർഷിപ്പ് കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസം നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിന്യൂ ആവുന്നതാണ്. ഇപ്പോൾ സ്വിംഗ് ട്രേഡിംഗിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് ആണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ 1000 സ്റ്റോക്സ് ഉണ്ട്. അതിൽ എല്ലാ സ്റ്റോക്സും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ? ഒബ്വിയസ്ലി ഇല്ല. പല സ്റ്റോക്സും സൈഡ് വേസ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. പല സ്റ്റോക്സും ഇനി അങ്ങോട്ട് താഴേക്കായിരിക്കും പോവുക. പക്ഷേ അതിൽ ചില സ്റ്റോക്സ് മുകളിലേക്ക് പോകാനുള്ള നല്ലൊരു സാധ്യത ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുകളിലേക്ക് പോകാൻ നല്ല സാധ്യതയുള്ള സ്റ്റോക്സിനെ മാത്രം കണ്ടെത്തുകയാണ്. ഈ പരിപാടിയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് വിളിക്കുക. ഇനി ഈ സ്ക്രീനിങ് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ട്രേഡിംഗ് വ്യൂവിൽ ഒരു സ്ക്രീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കുറേ മെട്രിക്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലെല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എക്സാമ്പിളിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെട്രിക്സ് എടുത്തുള്ളൂ. ഇതിൽ ലോജിക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് സ്ക്രീനാണ് പ്രൈസ് 50-ഡേ മൂവിംഗ് ആവറേജിനെക്കാളും മുകളിലായിരിക്കും. ഇനി 50-ഡേ മൂവിംഗ് ആവറേജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് എല്ലാം ഈ ഒരു വീഡിയോയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണണം. ബേസിക്കലി ലോജിക്ക് എന്ന് വെച്ചാൽ 50-ഡേ മൂവിംഗ് ആവറേജിനെക്കാളും പ്രൈസ് മുകളിലാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. അത് നല്ല സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കാണ്, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. 200-ഡേ മൂവിംഗ് ആവറേജിനെക്കാളും മുകളിലാണ്. അതായത് ലോങ് ടേം മൂവിംഗ് ആവറേജിനെ വെച്ച് നോക്കുമ്പോഴും അത് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് അപ് ട്രെൻഡിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ സ്ക്രീൻ കാണിക്കുന്നത് 52 വീക്ക് ഹൈ, അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ ഹൈ പ്രൈസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു 20% ഉള്ളിൽ തന്നെയാണ്.
ഇതിന് ലോജിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് ഒരു സ്റ്റോക്കിൻ്റെ ഹൈ പ്രൈസ് ഉണ്ട് കഴിഞ്ഞ 1 ഇയറിൽ, അതിൻ്റെ പകുതി പോലും ഇപ്പോഴത്തെ പ്രൈസ് ഇല്ലെങ്കിൽ ആ സ്റ്റോക്ക് അപ് ട്രെൻഡിലാണോ, ഭയങ്കര സ്ട്രോങ് പ്രൈസ് മൂവ്മെൻ്റ് ആണോ കാണിക്കുന്നുണ്ടാവും? വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 20% ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ക്രൈറ്റീരിയ ആണ് കഴിഞ്ഞ ഒരു വീക്കിൽ പോസിറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കിയ സാധനം എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് റിട്ടേൺസ് ഉള്ള സാധനം മാത്രം ഞാൻ സ്ക്രീൻ ചെയ്തു. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ സ്ക്രീൻ മാത്രമാണ്. നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗിൽ മെല്ലെ ഒരു എക്സ്പേർട്ട് ആവുന്ന സമയത്ത് ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. കുറേ മെട്രിക്സ് RS ആയിക്കോട്ടെ, MACD ആയിക്കോട്ടെ, അങ്ങനെ പല മെട്രിക്സ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് ഇത് കുറച്ചുകൂടി അടിപൊളി സ്ക്രീൻ ആക്കാൻ പറ്റും. പക്ഷേ ഒരു ബേസിക് എക്സാമ്പിളിന് വേണ്ടി നമുക്ക് ഇങ്ങനെ സ്ക്രീൻ എടുക്കാം. അപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് ഔട്ട്പുട്ട് വന്ന ഇത്രയും സ്റ്റോക്സ് നമുക്ക് പറയാം അത്യാവശ്യം അപ് ട്രെൻഡിലാണ്, ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സ്റ്റോക്സ് എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റുമോ? ഒബ്വിയസ്ലി ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസേ പറയാൻ പറ്റുള്ളൂ. ആ ചാൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് വേണം. അപ്പോൾ ഇതിന് വേണ്ടി സ്വിംഗ് ട്രേഡിംഗിൽ പല സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ബേസിക് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇതിൽ ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു റെസിസ്റ്റൻസ് ലെവലിൽ എത്തുന്നു, വീണ്ടും താഴേക്ക് പോകുന്നു, വീണ്ടും റെസിസ്റ്റൻസിൽ എത്തുന്നു, താഴേക്ക് പോകുന്നു. അത് ബേസിക്കലി മാർക്കറ്റിലെ ആൾക്കാരും ഇതിനെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ സ്റ്റോക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്റ്റോക്കാണെന്ന് പറയാൻ പറ്റുമോ? ഒബ്വിയസ്ലി പറയാൻ പറ്റില്ല. കാരണം റെസിസ്റ്റൻസിന് അവിടെ എത്തുമ്പോൾ ഒരു താഴേക്ക് ഡൗൺവേർഡ് പ്രഷറാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രോങ് അല്ല, അതിന്റെ മുകളിൽ പോകാൻ ആരും സമ്മതിക്കുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ നോക്കുമ്പോൾ ഈ റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലേക്ക് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് പോയി. അതായത് ഈ റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലേക്ക് ഒരു ക്ലിയർ ആയിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മാർക്കറ്റിന് ഓക്കെയാണ് ഈ ഒരു സ്റ്റോക്കിനെ മുകളിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആസ് എ സ്വിംഗ് ട്രേഡർ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ സ്റ്റോക്ക് കയറി വാങ്ങും, എന്നിട്ട് ഈ സ്റ്റോക്ക് ഇനിയും മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഒരു ടാർഗറ്റ് പ്രൈസ് നിങ്ങൾ സെറ്റ് ചെയ്യും, നിങ്ങൾ ആ സ്റ്റോക്ക് ആ സമയത്ത് വിൽക്കും, അതൊന്ന് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കും. ഈ സ്ട്രാറ്റജിനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എന്ന് വിളിക്കുക. അപ്പോൾ ഇതിന്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ഒരു സ്റ്റോക്ക് അതിന്റെ റെസിസ്റ്റൻസ് ക്ലിയർ ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇനി അങ്ങോട്ട് ആ സ്റ്റോക്കിനെ മുകളിലേക്ക് വിടാൻ തയ്യാറാണെന്ന് അതിന്റെ അർത്ഥം. ആ ഒരു മൊത്തം മൊമെന്റം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ റൈഡ് ചെയ്യുന്നു. ആ മൊമെന്റ് എപ്പോഴാണോ നിൽക്കുന്നത് നിങ്ങൾ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കണ്ടതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്തായാലും സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു പറയാൻ പറ്റില്ല. എല്ലാം പ്രോബബിലിറ്റി ആണുള്ളത്. ആ പ്രോബബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ഗെയിം കളിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി നമുക്കൊന്നുകൂടി ഫോർമലൈസ് ചെയ്യാം. ബേസിക്കലി സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻട്രി ചെയ്യുന്നത് ആ സ്റ്റോക്ക് പക്ഷേ ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഉപയോഗിക്കാം. ഒന്ന്, ഹൈ വോളിയം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വോളിയം ലെവൽസ് ഭയങ്കര കുറവാണ്. ഇത് കുറച്ചും കൂടി ഹൈ വോളിയം ആയിരുന്നെങ്കിൽ എനിക്ക് പറയുന്നത് നല്ല ബ്രേക്ക് ഔട്ട് ആണ്, കൂടുതൽ പ്രോബിലിറ്റി ഉണ്ട് ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വോളിയം നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വോളിയം എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീരെ അറിയില്ലെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ കാര്യം, ക്ലീൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ. ക്ലീൻ ആണെന്ന് അങ്ങനെ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ വരുന്നതിന് മുൻപ് ഒരു ക്ലീൻ ട്രെൻഡ് ആണോ കാണിക്കുന്നതെന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ആക്ച്വലി ഒരു ക്ലീൻ ട്രെൻഡ് ആണ് കാണിക്കുന്നത്, ചോപ്പി അല്ല. ചോപ്പി ആവാന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്രീൻ വന്നു, പിന്നെ ഒരു റെഡ് വന്നു, ഗ്രീൻ വന്നു, റെഡ് വന്നു, പിന്നെ ഒരു ഗ്രീൻ വന്നു, പിന്നെ ഒരു റെഡും കൂടി വന്നിട്ടാണ് വീണ്ടും ഗ്രീൻ വരുന്നതെങ്കിൽ ഇതൊരു ചോപ്പിയാണ്. ഒരു സ്ട്രോങ് ആയിട്ട് ഒരു അപ് ട്രെൻഡ് അല്ല കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊതുവേ വേണ്ടത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിലൂടെയാണ് ബ്രേക്ക് ഔട്ട് വരുന്നതെങ്കിൽ കുറച്ചും കൂടി പ്രോബിലിറ്റി ഉണ്ട് ഇനിയും മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ് കാര്യം, നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇതിവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ട് എന്തായാലും മുകളിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ ഒരിക്കലും താഴേക്ക് വരില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് 2 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയിൽ. ഒന്നെങ്കിൽ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെ, അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പല രീതിയിൽ ചെയ്യാറുണ്ട്. 1% താഴെ, 2% താഴെ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ തൊട്ട് താഴെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് സോണിൽ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ സപ്പോർട്ട് സോൺ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് സോണിൻ്റെ തൊട്ട് താഴെ ചെയ്യാം. ഇതിൻ്റെ ലോജിക്കും വളരെ സിമ്പിളാണ്. നാച്ചുറലി ഈ ഒരു സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ട് സ്റ്റോക്ക് ആണെങ്കിൽ ഇതിൻ്റെ സപ്പോർട്ട് വരെ ചിലപ്പോൾ ആൾക്കാർ ഇതിനെ വീഴാൻ വിടും. പക്ഷേ സപ്പോർട്ട് എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും ആക്ച്വലി സപ്പോർട്ട് കൊടുക്കും, എന്നിട്ട് ആ മുകളിലേക്ക് ഇതാക്കും. പക്ഷേ സപ്പോർട്ടിനും താഴെ പോയി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇതിനി അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഇല്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സ്റ്റോക്കിന് എക്സിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് സപ്പോർട്ടിനെ താഴെ വെക്കാന്നുള്ളൊരു ഓപ്ഷൻ വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ തിയറി ഭാഗം. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നോക്കാം. കാരണം എക്സാമ്പിൾസ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ലോജിക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഞാനൊരു സ്റ്റോക്കിൻ്റെ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യലി ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ചിന്തിക്കുക, നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ബ്രേക്ക് ഔട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഒബ്വിയസ്ലി ഉണ്ട് അല്ലേ? ഇവിടെ റെസിസ്റ്റൻസ് ലെവൽ കാണാം. ആ റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലേക്ക് പോകാൻ ഈ സ്റ്റോക്കിന് ആരും സമ്മതിക്കുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ട്. ആ ബ്രേക്ക് ഔട്ട് അത്യാവശ്യം സ്ട്രോങ് ആണ്, ക്ലീൻ ആണ്, ചോപ്പി ബ്രേക്ക് ഔട്ട് ഒന്നല്ല. അപ്പോൾ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻട്രി ആവുന്നതാണ്. നിങ്ങൾ എൻട്രി ചെയ്യുക ആക്ച്വലി ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡലിൻ്റെ മുകളിലായിരിക്കും. നിങ്ങൾക്ക് അപ്പോഴേ എൻട്രി
എൻട്രി ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ കണ്ട് കഴിയുമ്പോഴാണല്ലോ നമ്മൾ എൻട്രി ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റിലായിരിക്കും എൻട്രി ചെയ്യുക. ഇനി അങ്ങോട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നുള്ളവർ നമ്മൾ വിചാരിക്കുന്നു, നമ്മുടെ പ്രതീക്ഷ അതാണ്. പക്ഷേ അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ താഴെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട്സ് കൊണ്ട് താഴെ വെക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾ ആക്ച്വലി സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നിങ്ങൾ ഇതിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നോക്കാം, ആക്ച്വൽ സ്റ്റോക്ക് പ്രൈസ് ചാർട്ട്സ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സ്ക്രീനറിൽ വന്ന കുറച്ച് സ്റ്റോക്സ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അല്ലേ? അതായത് ബേസിക്കലി ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസ് ലെവൽ. ഇതിൻ്റെ മുകളിൽ നേരത്തെ പോകാൻ സമ്മതിച്ചില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കാണിച്ചു. ഇനി ഈ ബ്രേക്ക് ഔട്ട് സ്ട്രോങ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ വോളിയം നോക്കണം. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ഹൈ വോളിയം വെച്ചിട്ടാണ് ഈ ബ്രേക്ക് ഔട്ട് ഉണ്ടായത്. അപ്പോൾ നമുക്ക് റീസണബിളി പറയാം ഇത് ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ദിസ് ഇസ് എ ഗുഡ് ബ്രേക്ക് ഔട്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ എൻട്രി ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിന്റിലായിരിക്കും എൻട്രി ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവലിൽ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് സോണിൽ വെക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് 50-day മൂവിംഗ് ആവറേജ് ആണ്. അത് മിക്ക സമയത്ത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. കാരണം 50-day മൂവിംഗ് ആവറേജിന് താഴെ ഒരു നല്ല സ്റ്റോക്ക് ആണെങ്കിൽ, നല്ല പ്രൈസ് മൂവ്മെന്റ് കാണിക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ അതിന് താഴെ ആൾക്കാർ പൊതുവെ വീഴാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ഈ സപ്പോർട്ടിന് തൊട്ട് താഴെ വെക്കാം. ലോജിക് ബീങ് സപ്പോർട്ടിന് താഴെയും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ആ സ്റ്റോക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പെട്ടെന്ന് വിറ്റ് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2-3 എക്സാമ്പിൾസും കൂടെ നോക്കാം. വീണ്ടും ആ സ്ക്രീനിൽ വന്നൊരു സ്റ്റോക്കാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു സ്റ്റോക്ക് പോലും ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ജസ്റ്റ് എക്സാമ്പിൾസിന് വേണ്ടി, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഈ ഒരു സ്റ്റോക്ക് റെസിസ്റ്റൻസ് ലെവലിനെ ഇങ്ങനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുകളിൽ ആരും വിടുന്നില്ല, വീണ്ടും വിടുന്നില്ല. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോൾ അതിന് മുകളിലേക്ക് ക്ലിയർ ആയിട്ട് ഒരു പ്രൈസ് മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. വോളിയം കൺഫർമേഷൻ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ കാണുന്നെങ്കിൽ, അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ മോണിറ്റർ ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻട്രി ആവുന്നതാണ്. മേ ബി സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാവുന്നതാണ്, എന്നിട്ട് ടാർഗറ്റ് പ്രൈസ് വെക്കാവുന്നതാണ്. അപ്പോൾ ടാർഗറ്റ് പ്രൈസ് എങ്ങനെ വെക്കാമെന്നുള്ള കാര്യം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. വീണ്ടും ഒരു എക്സാമ്പിൾ. അപ്പോൾ ഈ എക്സാമ്പിൾ വരെ ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ വീഡിയോ പോസ് ചെയ്യാം. ഇത് ബ്രേക്ക് ഔട്ട് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നും അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇതേപോലെ കോമൺ ആയിട്ടുള്ള മറ്റൊരു സ്ട്രാറ്റജിയാണ് പുൾ ബാക്ക് സ്ട്രാറ്റജി. പുൾ ബാക്ക് സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ചാർട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു മൂവിംഗ് ആവറേജ് ആണ് ഇങ്ങനെ പോകുന്നത് വിചാരിക്കാം. ഈ സ്റ്റോക്ക് ഓൾറെഡി മൂവിംഗ് ആവറേജിന് മുകളിലാണ്. ദാറ്റ് ഈസ് ബേസിക്കലി സ്റ്റോക്ക് ഓൾറെഡി അപ് ട്രെൻഡിലാണ്, സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും ആ സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്യുന്നില്ല. നേരെ മറിച്ച് ആ സ്റ്റോക്ക് അതിൻ്റെ മൂവിംഗ് ആവറേജിലേക്ക്, അതിൻ്റെ സപ്പോർട്ട് സോണിലേക്ക് ഒന്നും കൂടി എത്തി അവിടുന്ന് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് കാണിക്കുകയാണെങ്കിൽ, ഒരു ബൗൺസ് ബാക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ പോയിന്റിൽ നമ്മൾ എൻട്രി ചെയ്യുന്നു. ഈ സ്ട്രാറ്റജിനാണ് നമ്മൾ പുൾ ബാക്ക് സ്ട്രാറ്റജി എന്ന് വിളിക്കുക. അതായത് ആ സ്റ്റോക്ക് അതിൻ്റെ മൂവിംഗ് ആവറേജിലേക്ക് അഥവാ സപ്പോർട്ട് സോണിലേക്ക് പുൾ ബാക്ക് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ ആ ഒരു പോയിന്റിൽ എൻട്രി ചെയ്യുന്നു. ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. അതായത് ഓൾറെഡി സ്റ്റോക്ക് നല്ല അപ് ട്രെൻഡിലാണ്, സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ അത് നല്ല സ്ട്രോങ് ആണോ എന്ന് എപ്പോഴായിരിക്കും കൺഫേം ആവാം? അതിൻ്റെ സപ്പോർട്ട് ലെവലിൽ എത്തിയിട്ടും ആരും അതിൻ്റെ സപ്പോർട്ട് ലെവലിൻ്റെ താഴേക്ക് വിടുന്നില്ല എങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റും ഇത് അങ്ങോട്ട് മുകളിലേക്ക് പോകാനാണ് ചാൻസ്. കാരണം ഈ സപ്പോർട്ട് നല്ല സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അങ്ങോട്ട് റൈഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സ്ട്രാറ്റജിയാണ്. അതാണ് അതിൻ്റെ ലോജിക്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്, ഈ ഒരു സപ്പോർട്ട് ലെവൽ എത്തിക്കഴിഞ്ഞിട്ട് അത് വീണ്ടും ബൗൺസ് ബാക്ക് ആണോ ചെയ്യാന്നുള്ള കാര്യം ഉറപ്പ് എങ്ങനെ വരുത്തുക? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു പോയിന്റിലെ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് നോക്കേണ്ടത്. പല രീതിയിലും ചെയ്യാവുന്നതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 രീതിയാണ്. ഒന്നെങ്കിൽ നിങ്ങളൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കാണാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് മുകളിലേക്ക് ഇനി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ബേസിക്കലി സപ്പോർട്ട് സോണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു റെഡ് ക്യാൻഡിലും വന്നു. പക്ഷേ പെട്ടെന്ന് ആ സപ്പോർട്ട് എത്തുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു എന്ന് മാത്രമല്ല, അതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. അതായത് ആ റെഡിനെ മൊത്തത്തിൽ വിഴുങ്ങുന്ന രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ് വന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റും ഇത് നല്ലൊരു പുൾ ബാക്ക് ആണ്, ഇനി മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. ഈ ക്യാൻഡിൽ ബുള്ളിഷ് എൻഗൾഫിംഗും ആവാം, അല്ലെങ്കിൽ ഈവൻ ഹാമർ ക്യാൻഡിൽ സ്റ്റിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാം ഇറ്റ് ഇസ് എ ഗുഡ് പുൾ ബാക്ക്. അപ്പോൾ പുൾ ബാക്കിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ സ്ട്രാറ്റജി ഒന്ന് ഫോർമലൈസ് ചെയ്യാം. അതായത് സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് അപ് ട്രെൻഡിലാണുള്ളത്. ഓൾറെഡി ഒരു 50-day മൂവിംഗ് ആവറേജോ അല്ലെങ്കിൽ 200-day മൂവിംഗ് ആവറേജിന് മുകളിലാണുള്ളത്. ഈ മൂവിംഗ് ആവറേജ് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും റിസർച്ചിൽ നിന്നൊക്കെ തീരുമാനിക്കണം. ജനറലി 50-day മൂവിംഗ് ആവറേജ് ഇസ് ഓക്കെ. എൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ സപ്പോർട്ട്, ഇപ്പോൾ നമ്മൾ മൂവിംഗ് ആവറേജ് ആണ് സപ്പോർട്ടായിട്ട് എടുക്കുന്നതെങ്കിൽ ആ മൂവിംഗ് ആവറേജിലേക്ക് വീണ്ടും അപ്രോച്ച് ചെയ്യണം. ആ എൻട്രി നിങ്ങൾക്ക് കൺഫേം ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം, കൺഫർമേഷന് വേണ്ടി റിവേഴ്സൽ ക്യാൻഡിൽ ഉണ്ടാവണം. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ഹാമറോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗോ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം അതിനി അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. ഒബ്വിയസ്ലി വിത്ത് സ്ട്രോങ് വോളിയം, നല്ല വോളിയം ഉണ്ടെങ്കിൽ അതിനർത്ഥം മൊത്തം മാർക്കറ്റ് അതിനെ കാര്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു ഇൻഡിക്കേറ്ററാണ് നല്ല വോളിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റിൽ എൻട്രി ചെയ്യുന്നു. അപ്പോൾ അതാണ് നിങ്ങളുടെ കൺഫർമേഷൻ ആയിട്ടുള്ള സിഗ്നൽ. ആൻഡ് ലാസ്റ്റ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വെക്കണം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് പല രീതിയിലും വെക്കാം. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് 50-day മൂവിംഗ് ആവറേജിനെ തൊട്ട് താഴെയായിട്ട് വെക്കാം. അപ്പോൾ ഈ പുൾ ബാക്ക് സ്ട്രാറ്റജി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് വെച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആക്ച്വൽ സ്റ്റോക്ക് പ്രൈസ് ചാർട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു പുൾ ബാക്ക്
ബാക്ക് നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ 50-day മൂവിംഗ് ആവറേജ് ആണ് ഓറഞ്ച് ലൈൻ. അപ്പോൾ സ്റ്റോക്ക് ഓൾറെഡി അതിൻ്റെ മുകളിലാണുള്ളത്, അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിവിടെ ഒന്നും വാങ്ങില്ല, കാരണം നമുക്ക് അറിയില്ല ഇത് ഈ ഒരു സപ്പോർട്ട് സോൺ ആക്ച്വലി ഒരു സപ്പോർട്ടാണോ, നല്ല സപ്പോർട്ടാണോ എന്നുള്ള ആരും അറിയില്ല. പക്ഷേ നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ സപ്പോർട്ട് സോണിൽ ആക്ച്വലി എത്തി എന്ന് മാത്രമല്ല അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ നമ്മൾ കണ്ടു. ആക്ച്വലി നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 100% ബുള്ളിഷ് എൻഗൾഫിംഗ് അല്ല, പക്ഷേ ഈ രണ്ട് ക്യാൻഡിൽസും കൂടി നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ് കണ്ടത്. വോളിയം കൂടി നിങ്ങൾ നോക്കുക, വോളിയം അത്ര സ്ട്രോങ് അല്ല, എന്നാലും വോളിയം കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് പുൾ ബാക്ക് സ്ട്രാറ്റജി സിഗ്നൽ. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ മുകളിലായിരിക്കും നിങ്ങൾ എൻട്രി ചെയ്യുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഈ 50-day മൂവിംഗ് ആവറേജിൻ്റെ തൊട്ട് താഴെയായിരിക്കും ഉണ്ടാവുക. ടാർഗറ്റ് പ്രൈസ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നു, നിങ്ങൾ ആ സ്റ്റോക്കിന് മുന്നോട്ടുള്ള പ്രൈസ് മൂവ്മെന്റ് റൈഡ് ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതൊരു പുൾ ബാക്ക് സ്ട്രാറ്റജിയുടെ എക്സാമ്പിൾ ആണോ എന്നുള്ള കാര്യം. ഒബ്വിയസ്ലി പ്രൈസ് അപ് ട്രെൻഡിലാണുള്ളത്, മൂവിംഗ് ആവറേജ് അപ്രോച്ച് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റിലായിരിക്കും എൻ്റർ ചെയ്യുക. ഈ പോയിന്റിൽ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ മേ ബി ഒരു ടാർഗറ്റ് പ്രൈസ് സെറ്റ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വെക്കുക. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ചെറിയ പ്രശ്നം ഉണ്ടാവും. 50-day മൂവിംഗ് ആവറേജിന് തൊട്ട് താഴെ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ തൊട്ട് താഴെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു BTCയുടെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോക്സിൽ മാത്രമല്ല, നിഫ്റ്റി പോലത്തെ ഇൻഡെക്സുകളിലും ഗോൾഡിലും കൊമോഡിറ്റീസിലും ഈവൻ ക്രിപ്റ്റോസിൽ വരെ ഈ സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ BTCയുടെ ഗ്രാഫ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് പുൾ ബാക്സ് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് അത് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് നോക്കുക. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പോയിന്റിലൊക്കെ അപ് ട്രെൻഡിലാണുള്ളത്, പക്ഷേ ഇവിടെ അത് സപ്പോർട്ടിന് താഴേക്ക് ബ്രേക്ക് ചെയ്തു. പക്ഷേ ബ്രേക്ക് ചെയ്ത് അപ്പം തന്നെ അതൊരു ബുള്ളിഷ് റിവേഴ്സൽ ക്യാൻഡിലൂടെ അത് തിരിച്ച് റീഎൻട്രി ചെയ്തു. അപ്പോൾ ഇത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു മോശമില്ലാത്ത വിത്ത് വോളിയം കൂടെ ഞാൻ നോക്കും. ഇവിടെ വോളിയം ഞാൻ കാണിച്ചിട്ടില്ല, വോളിയം കൂടെ കൺഫർമേഷൻ സിഗ്നൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പോയിന്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മേ ബി ഇവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കും, എന്നിട്ട് ഞാൻ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വേവ് ഞാൻ റൈഡ് ചെയ്യും. അപ്പോൾ പുൾ ബാക്ക് സ്ട്രാറ്റജിയുടെ റിയൽ എക്സാമ്പിൾസ് കണ്ടു, അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രാക്ടിക്കലി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ട്, ഒരു പെർഫെക്റ്റ് പുൾ ബാക്ക് ഒന്നും കാണില്ല. ഒരു 90% നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഐഡിയൽ സെറ്റപ്പിന്റെ ഒരു സിമിലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം റെക്കഗ്നൈസ് ചെയ്യുന്നത് വിത്ത് പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ടാർഗറ്റ് വേഴ്സസ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം. നമ്മുടെ റിസ്ക് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് പ്രൈസ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണെന്ന് വിചാരിച്ച് നിങ്ങൾ എൻ്റർ ചെയ്തു, ബ്രേക്ക് ഔട്ട് ആയിക്കോട്ടെ പുൾ ബാക്ക് ആയിക്കോട്ടെ നിങ്ങൾ എൻ്റർ ചെയ്തു. അത് എത്ര വരെ പോകും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ അത് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ടോ? ഒബ്വിയസ്ലി ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെന്റ്സ് ആണ് നോക്കുന്നത്. ഇനി അടുത്ത വർഷത്തേക്ക് അത് മുകളിലേക്ക് പോകുന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു പ്രൈസ് മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് റീസണബിളി പറയാൻ പറ്റും മേ ബി ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ഇത് മുകളിലേക്ക് പോകാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിനിടയിൽ നമ്മൾ ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്തോണം, അല്ലാണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ കാര്യമില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടാർഗറ്റ് പ്രൈസ് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പല രീതിയിലുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് രീതി നിങ്ങളൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഡിഫൈൻ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിസ്ക് എടുക്കുന്നത് 1 യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 2 യൂണിറ്റ് എങ്കിലും റിവാർഡ് ഉണ്ടാവണം. മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങാൻ തീരുമാനിച്ചു. അത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന പ്രൈസ്, നിങ്ങൾ ബൈ ചെയ്യുന്ന പ്രൈസ് 100 രൂപയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത് എൻ്റെ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ 90 റുപ്പീസിലാണ്. അപ്പോൾ എൻ്റെ റിസ്ക് ശരിക്കും തരാം, എൻ്റെ റിസ്ക് 10 രൂപയാണ്. 10 രൂപ നഷ്ടപ്പെടാൻ എനിക്ക് ചാൻസ് ഉണ്ട്. അതിൻ്റെ താഴേക്ക് എനിക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 10 രൂപ എൻ്റെ റിസ്ക് ആണെങ്കിൽ നമ്മൾ മിനിമം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് ചൂസ് ചെയ്തതെങ്കിൽ നമ്മുടെ റിവാർഡ് 20 രൂപയായിരിക്കണം. ദാറ്റ് ഈസ് എൻ്റെ ടാർഗറ്റ് പ്രൈസ് മിനിമം 120 രൂപയായിരിക്കണം. ആ 120 രൂപ ടാർഗറ്റ് പ്രൈസ് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 120 രൂപ എന്നാണ് ഈ സ്റ്റോക്ക് അടിക്കുന്നത്, ആ സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്യും, ഞാൻ എൻ്റെ പ്രോഫിറ്റ് 20 രൂപ ഉണ്ടാക്കും. ഇനി അടുത്തുള്ള ചോദ്യം, ഈ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണോ വെക്കേണ്ടതെന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിനിമം നമ്മളൊരു 1:2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 1:3, 1:4 എന്നുള്ള റേഷ്യോസിൽ കളിക്കാവുന്നതാണ്. അത് ഓരോ സ്ട്രാറ്റജിക്കും ഡിഫറൻ്റ് ആയിരിക്കും, അത് ഓരോ സ്റ്റോക്ക് സ്പെസിഫിക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്റ്റോക്ക് നമുക്ക് ക്ലിയർ ബ്രേക്ക് ഔട്ട് ആണ്, നല്ല വോളിയം, നല്ല ക്ലീൻ ക്യാൻഡിൽസ് ഒക്കെയാണ് കാണുന്നതെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 1:3 വേണേൽ കളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പക്ഷേ വേറൊരു കാണുമ്പോൾ അത്രയും കോൺഫിഡൻസ് തോന്നില്ലെങ്കിൽ മേ ബി അത് 1:2 വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ട്രേഡ്സ് ജയിക്കേണ്ടി വരും, എത്ര ട്രേഡ്സ് പ്രോഫിറ്റബിൾ ആവേണ്ടി വരും? ആൻസർ ഇസ് 40%-നെക്കാളും മുകളിൽ ട്രേഡ്സ് നിങ്ങളുടെ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി മൊത്തത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 1:2 ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മൾ എല്ലാ സ്റ്റോക്സും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരില്ല. പല ട്രേഡ്സും നമ്മൾ എൻ്റർ ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് ഇട്ട് ആക്ച്വലി ലോസിലായിരിക്കും പോവുക. പക്ഷേ 1:2 ആണ് നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ, അങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ ട്രേഡ്സും പ്രോഫിറ്റബിൾ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പകുതി ട്രേഡ്സ് പോലും പ്രോഫിറ്റബിൾ ആവേണ്ട ആവശ്യമില്ല. ഇൻഫാക്ട് 40% മുകളിൽ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കി തരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി. ഈ നമ്പേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കാം. ഒരു 10 ട്രേഡ് നിങ്ങൾ എൻ്റർ ചെയ്തു, 10 ഡിഫറൻറ്റ് സ്റ്റോക്സിൽ നിങ്ങൾ എൻ്റർ ചെയ്തു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി വെച്ചിട്ട്. അതിൽ 6 എണ്ണം ലോസ് ആയിപ്പോയി. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, 10 രൂപ ഓരോന്നും ലോസായി, 60 രൂപ നിങ്ങൾക്ക് ലോസ് ആയി പോയിട്ടുണ്ടാവും. പക്ഷേ അതിൽ 4 എണ്ണം 40% ഇൻ പ്രോബിലിറ്റി ആണ്, 4 എണ്ണം നിങ്ങൾക്ക് ആക്ച്വലി പ്രോഫിറ്റബിൾ ആയി, ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ടാർഗറ്റ് എത്രയായിരിക്കും? ഈ ഒരു എക്സാമ്പിൾ
എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 rupees ആയിരിക്കും ടാർഗറ്റ്. അപ്പോൾ 4 എണ്ണം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 80 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. മൊത്തത്തിൽ ഈ 10 ട്രേഡ് കഴിയുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും ലോസിലായിരിക്കും? ഒബ്വിയസ്ലി നിങ്ങൾ നെറ്റ് ഓൺ നെറ്റ് നോക്കുകയാണ് പ്രോഫിറ്റിലായിരിക്കും. കാരണം 80 - 60 = 20 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ റിസ്ക് റിവാർഡ് റേഷ്യോ ആണെങ്കിലും നിങ്ങൾക്ക് 40% മുകളിൽ കിട്ടിയാൽ തന്നെ നിങ്ങൾ പ്രോഫിറ്റബിൾ ആയി. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാം ഓരോരോ റിസ്ക് റിവാർഡ് റേഷ്യോയ്ക്ക് എത്രത്തോളം വിൻ റേറ്റ് വേണം എന്നുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ 1:3 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 25% വിൻ റേറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മൊത്തം സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആയിരിക്കും. നിങ്ങൾ ആക്ച്വലി പൈസ ഉണ്ടാക്കും. ഇനി ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 1:3 25% കിട്ടാൻ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ മനസ്സിലാവും അത്രത്തോളം ഈസി അല്ല. പക്ഷേ വിത്ത് എക്സ്പീരിയൻസ്, വിത്ത് ബെറ്റർ സ്ട്രാറ്റജീസ്, വിത്ത് മോർ ലേണിംഗ് നിങ്ങൾക്ക് മേ ബി ഇത് അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഈ റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ തീരുമാനിച്ച് നമ്മൾ ആക്ച്വലി സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്ത് ക്യാപിറ്റൽ 1 lakh rupees ആണ് വിചാരിക്കുക. നിങ്ങൾ ഓരോ ട്രേഡിലും എത്ര രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യും? ഓരോ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ 1 lakh രൂപ ഇടും? ഒബ്വിയസ്ലി അത് പറ്റില്ല. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റോക്ക് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം? അപ്പോൾ ഈ ഒരു കാര്യമാണ് പൊസിഷൻ സൈസിങ്ങിൽ പറയാൻ പോകുന്നത്. ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടോട്ടൽ ക്യാപിറ്റൽ 1 ലക്ഷം രൂപയാണ്. നിങ്ങൾ ഓരോ ട്രേഡിലും എടുക്കാൻ തയ്യാറാവുന്ന റിസ്ക് 2% ആയിരിക്കും. അപ്പോൾ ജനറലി ഓരോ ട്രേഡിലും 1 to 2% റിസ്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് മൊത്തത്തിലൊരു പ്രോബബിലിറ്റിൻ്റെ ഗെയിമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 സ്റ്റോക്കിൽ മാത്രം 50,000 ഇട്ടു. ആ 2 സ്റ്റോക്ക് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം ക്യാപിറ്റൽ പോകും. നിങ്ങൾക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ ട്രേഡിലും നമ്മൾ ഇത്ര ശതമാനം റിസ്ക് എടുക്കാൻ റെഡി ആവും എന്നുള്ള കാര്യം ആദ്യം തീരുമാനിക്കും. 1 to 2% സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ 2% എടുത്തു. ദാറ്റ് ഈസ് 2% എന്ന് പറഞ്ഞാൽ 2000 രൂപ. അതായത് ഓരോ ട്രേഡിലും 2000 രൂപ വരെ ഞാൻ നഷ്ടപ്പെടാൻ എനിക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 2000 rupees ആയിരിക്കും ഓരോ ട്രേഡിലും സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 100 രൂപയുടെ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വരെ 90 rupees ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആ സ്റ്റോക്ക് വാങ്ങും? അപ്പോൾ ഒന്ന് കാൽക്കുലേഷൻ ചെയ്തിട്ട് കമൻറ്റിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പെട്ടെന്ന് ക്ലിക്ക് ആയാലും ഒരു ഹിൻഡ് പറഞ്ഞുതരാം. ഒരു സ്റ്റോക്ക് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എടുക്കുന്ന റിസ്ക് 10 രൂപയായിരിക്കും. നിങ്ങൾ ഈ ഒരു ട്രേഡിൽ മൊത്തത്തിലെടുക്കാൻ തയ്യാറായുള്ള റിസ്ക് 2000 രൂപയാണ്. അങ്ങനെയാണ് എത്ര ക്വാണ്ടിറ്റി വരെ നിങ്ങൾക്ക് വാങ്ങാമെന്നാണ് ക്വസ്റ്റ്യൻ. കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടാം. അപ്പോൾ ഈ പൊസിഷൻ സൈസിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ സീരിയസ്ലി സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് ക്യാപിറ്റൽ വരുന്ന സമയത്ത് ഈ പൊസിഷൻ സൈസിങ് നിങ്ങൾ മാനിച്ചില്ലെങ്കിൽ മേ ബി 1-2 ട്രേഡോട് കൂടെ നിങ്ങളുടെ മൊത്തം സ്വിംഗ് ട്രേഡിംഗ് കരിയർ എന്താണ് നിന്ന് പോകാം. അപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് എല്ലാം തന്നെ നമ്മൾ വിത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഓബ്വിയസ്ലി നിങ്ങൾ സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ബുക്സ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞാൻ പേഴ്സണലി ആദ്യമായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി മനസ്സിലാക്കിയത് ഈ ഒരു ബുക്കിലൂടെയാണ്. അപ്പോൾ വളരെ നല്ല ബുക്കാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്ത് നോക്കുകയാണ്. ഇത് കൂടാതെ പല ബുക്സും ഉണ്ട്, പല ബ്ലോഗ്സും പല ആർട്ടിക്കിൾസും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടി പഠിക്കാവുന്നതാണ്. കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജീസും ബെറ്റർ ആയിട്ടുള്ള സ്ക്രീനിങ്ങും ബെറ്റർ ആയിട്ടുള്ള എൻട്രി മെക്കാനിസംസും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയി മാറാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. ആൻഡ് ഹോപ്പ്ഫുള്ളി ലോങ് ടേമിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബുക്സ് കൂടാതെ നിങ്ങൾക്ക് വെബ്സൈറ്റും ടൂൾസ് ഉപയോഗിക്കണമെങ്കിൽ ഒന്ന് ഞാൻ നേരത്തെ കാണിച്ച പോലെ ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കാം. അപ്പോൾ ചാർട്ടിങ്ങും അതുപോലെ തന്നെ ബേസിക് സ്ക്രീനിങ്ങും നിങ്ങൾക്ക് അതിലൂടെ ചെയ്യാവുന്നതാണ്. ഇനി അതുകൂടാതെ ചാർട്ടിംഗ് ഉണ്ട്. പല പ്രൊഫഷണൽ ട്രേഡേഴ്സും എൻ്റെ പല ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുന്നത് ചാർട്ടിംഗ് ആണ്. investing.com കാര്യങ്ങളൊക്കെ കൂടുതൽ ആ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റോക്കിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കിയിട്ട് അതിൻ്റെ ഫണ്ടമെന്റൽസും കൂടെ നോക്കിയിട്ടാണ് ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ വിച്ച് ഇസ് എ വെരി ഗുഡ് സ്ട്രാറ്റജി. മിക്ക ആൾക്കാരും വെറുതെ പോയിട്ട് ഓരോ സ്റ്റോക്ക് സ്വിംഗ് ട്രേഡ് അല്ല ചെയ്യാം. നല്ല ക്വാളിറ്റി സ്റ്റോക്സ് കണ്ടെത്തി അതിൻ്റെ മുകളിൽ സ്വിംഗ് ട്രേഡിംഗ് ആണ് പല ആൾക്കാരും ചെയ്യാം. അപ്പോൾ ക്വാളിറ്റി സ്റ്റോക്സ് അങ്ങനെ കണ്ടെടുത്താണെങ്കിൽ ഈ ഒരു വീഡിയോ കാണാം. ഫണ്ടമെന്റൽ ഇൻവെസ്റ്റിംഗ് നമ്മൾ കൃത്യമായിട്ട് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ investing.com പോലെ പല വെബ്സൈറ്റ്സ് ഉണ്ട്. ഇതുകൂടാതെ സ്റ്റോക്ക് എഡ്ജ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഓൾറെഡി പല രീതിയിലുള്ള സ്കാനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാവുന്നതാണ്. ഇനി ആക്ച്വലി നിങ്ങൾ സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറച്ച് സംശയങ്ങൾ നമ്മുടെ ഒരു ബ്ലോഗ് പോസ്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വായിക്കാം. അതിൻ്റെ അവസാനത്തേക്കുള്ള FAQs കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ സംശയങ്ങൾ ഒരുപക്ഷെ അവിടെ ആൻസർ ചെയ്യപ്പെടും. അപ്പോൾ തീർച്ചയായും അതും കൂടി നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. ഇനി ഇതുകൂടാതെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ലോങ് ടേമിൽ നിങ്ങൾ നല്ല വെൽത്ത് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് മേ ബി ഒരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ അത് ഭയങ്കര ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. അപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നവരാണ് മേ ബി നിങ്ങൾക്ക് അത്രയും സമയം കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും ലോങ് ടേമിൽ ഏറ്റവും ബെറ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ്, യൂസിങ് മ്യൂച്വൽ ഫണ്ട്സ് ഓർ ഡയറക്റ്റ് സ്റ്റോക്സ്. അതിൽ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി മനസ്സിലാക്കേണ്ട, കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പൈസ ഇരട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത്ര റിട്ടേൺസ് ഉണ്ടാക്കാമെന്നുള്ള കാര്യം ഒന്നും നമ്മൾ അവിടെ പറയുന്നില്ല. കോഴ്സിൽ ജോയിൻ ചെയ്താൽ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെ സെലക്ട് ചെയ്യണം, നിങ്ങളുടെ ലൈഫിലെ ഗോൾസിലേക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ട്സ് ഉപയോഗിക്കണം എന്നുള്ള കാര്യം, അസറ്റ് അലൊക്കേഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ അവിടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലൂടെ ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും ആ കോഴ്സിൽ എൻറോൾ ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്നോ അത് പ്രാക്ടിക്കലായിട്ട് എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.